ഫീലിയാസ് ഫോഗ് തടവറയിലായി. ലിവർപൂളിലെ കസ്റ്റംസിന്റെ കെട്ടിടത്തിലാണ് അയാളെ പാർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ അയാൾക്ക് അവിടെ കഴിയേണ്ടി വരും. നാളെ രാവിലെ മാത്രമേ ലണ്ടനിലേക്ക് കൊണ്ടുപോകൂ. പാസ്പാർത്തു കുറ്റാന്വേഷകൻ ഫിക്സിനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അത് മുൻകൂട്ടി കണ്ടിരുന്ന ഫിക്സ് അയാളെ പിന്നിൽ നിന്നും കീഴ്പ്പെടുത്തിയിരുന്നു. ഔദയാകട്ടെ ആകെ ഭയന്നുപോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. പാസ്പാർത്തു അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഫീലിയാസ് ഫോഗ് എന്ന തികച്ചും മാന്യനായ മനുഷ്യനെ, നിങ്ങളുടെ ജീവൻ രക്ഷിച്ച അദ്ദേഹത്തെ കള്ളനെന്ന മുദ്ര കുത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫോഗിനെതിരെയുള്ള ആരോപണം കേട്ടപ്പോൾ ആ യുവതി പ്രതിഷേധം പ്രകടിപ്പിച്ചു. അത്തരമൊരു കുറ്റാരോപണം അവരെ വല്ലാതെ വേദനിപ്പിച്ചു. അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ താഴേക്ക് വീണുകൊണ്ടിരുന്നു. ഒരു ദൈവദൂതനെ പോലെ എത്തി തന്റെ ജീവൻ രക്ഷിച്ച, തന്നെ ഇവിടം വരെ സംരക്ഷിച്ച അദ്ദേഹത്തിനെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ അവരുടെ സങ്കടം വർദ്ധിച്ചു. ഫിക്സിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്തത് അയാളുടെ ഡ്യൂട്ടിയാണ്. ഫീലിയാസ് ഫോഗ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് അയാൾക്കറിയേണ്ടതില്ല. ഒരു കുറ്റാന്വേഷകൻ എന്ന നിലയിൽ തനിക്ക് ലഭിച്ചിട്ടുള്ള ഉത്തരവ് പാലിക്കുക മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ. ഫോഗ് കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. പാസ്പാർത്തു ആകെ തകർന്ന അവസ്ഥയിലാണ്. ഫീലിയാസ് ഫോഗിന്റെ യാത്ര ഒരു വലിയ പരാജയമായി കലാശിച്ചതിന്റെ പൂർണ്ണമായ ഉത്തരവാദി താനാണെന്ന് അയാൾ ചിന്തിച്ചു. തന്നെ അദ്ദേഹം കൂടെ കൂട്ടിയതാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. എന്തിനാണ് താൻ ഫിക്സിന്റെ യഥാർത്ഥ ഉദ്ദേശം യജമാനനിൽ നിന്നും മറച്ചുവെച്ചത്? ഫിക്സ് തന്നോട് പറഞ്ഞതാണ് അയാൾ ഒരു പോലീസ് ഇൻസ്പെക്ടർ ആണെന്നും അയാളുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് അയാൾ യജമാനനെ പിന്തുടരുന്നതെന്നും. ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടും താൻ അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്താതിരുന്നത് വലിയ തെറ്റായിപ്പോയി. ഇക്കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ താൻ നിരപരാധിയാണെന്ന് ഫിക്സിനെ അദ്ദേഹം ബോധ്യപ്പെടുത്തിയേനെ. അതിനാവശ്യമായ തെളിവുകൾ നൽകിയേനെ. അയാളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചേനെ. മാത്രവുമല്ല, യാതൊരു കാരണവശാലും ഈ കൗശലക്കാരനായ പോലീസുകാരനെ തന്റെ സ്വന്തം ചെലവിൽ കൂടെ സഞ്ചരിക്കാൻ അദ്ദേഹം അനുവദിക്കുമായിരുന്നില്ല. ബ്രിട്ടീഷ് മണ്ണിൽ കാലുകുത്തിയാലുടൻ അയാൾ തന്നെ അറസ്റ്റ് ചെയ്തേക്കുമെന്നറിഞ്ഞ് അദ്ദേഹം വേണ്ട മുൻകരുതലുകൾ എടുത്തേനെ. താൻ ചെയ്തു കൂട്ടിയ മണ്ടത്തരങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി ഓർത്തെടുത്ത പാസ്പാർത്തു ഭ്രാന്തമായ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. ഫിക്സിന്റെ തല തല്ലിപ്പൊളിച്ച് തലച്ചോറ് പുറത്തെടുക്കാൻ അയാൾ ആഗ്രഹിച്ചു. തണുപ്പതി കഠിനമായിരുന്നിട്ടും പാസ്പാർത്തുവും ഔദയും കസ്റ്റംസ് ഹൗസിന്റെ പോർട്ടിക്കോയിൽ തന്നെ തങ്ങി. ഫീലിയാസ് ഫോഗിനെ ഇടയ്ക്കിടെ കാണാനാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. വിജയത്തിന്റെ തൊട്ടു മുന്നിലെത്തിയപ്പോഴാണ് ഫീലിയാസ് ഫോഗ് എന്ന മാന്യൻ പരാജയത്തിലേക്ക് എടുത്തെറിയപ്പെട്ടത്. ഈ അറസ്റ്റ് അയാളുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഡിസംബർ 21 രാവിലെ 11:40 ഫോഗ് ലിവർപൂളിൽ എത്തിയതാണ്. ലണ്ടനിലെ റിഫോം ക്ലബിൽ എത്താനുള്ള സമയം രാത്രി 8:45. അതായത് 9 മണിക്കൂറും 5 മിനിറ്റും ഇനിയും അവശേഷിക്കുന്നു. ലിവർപൂളിൽ നിന്നും ലണ്ടനിലേക്ക് എത്താൻ 6 മണിക്കൂർ യാത്ര ചെയ്താൽ മതിയാകും. ഈ സമയമൊക്കെയും ഫീലിയാസ് ഫോഗ് നിശ്ചലനായി തകർന്ന മനസ്സോടെ തന്നെ തടവിലാക്കിയിരുന്ന മുറിയുടെ ബെഞ്ചിലിരുന്നു. എന്നാൽ ഈ സമയത്ത് പോലും അയാളെ കാണുന്ന ഒരാൾക്ക് അയാൾ ദുഃഖിതനാണെന്ന് തോന്നുകയില്ല. ഫീലിയാസ് ഫോഗ് ഇതുവരെയും എങ്ങനെ ആയിരുന്നുവോ അങ്ങനെ തന്നെ അക്ഷോഭ്യനായി അപ്പോഴും കാണപ്പെട്ടു. പരാജയം തൊട്ടു മുന്നിലെത്തിയിട്ടും ഫീലിയാസ് ഫോഗിനു ചുറ്റും പ്രതീക്ഷയുടെ നാളങ്ങൾ എരിയുന്നതായി തോന്നി. അസാധാരണമായ ഏതെങ്കിലും ദിവ്യശക്തി ഈ സമയത്ത് ഫോഗിനെ സംരക്ഷിക്കാനായി എത്തുമോ? അങ്ങനെ സംഭവിക്കത്തില്ലെന്ന് ഒരിക്കലും പറയാനാവില്ല. പക്ഷേ ഫീലിയാസ് ഫോഗ് ശാന്തനായി കാത്തിരുന്നു. എന്തിനു വേണ്ടിയാണ് അയാൾ കാത്തിരുന്നത്? എന്തെങ്കിലും പ്രതീക്ഷ അപ്പോഴും അയാളിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്നുവോ? താൻ തന്നെ പന്തയത്തിൽ വിജയിക്കുമെന്ന് ഇപ്പോഴും അയാൾ വിശ്വസിക്കുന്നുണ്ടോ? തടവറയുടെ വാതിലുകൾ അയാൾക്ക് പിന്നിൽ അടഞ്ഞുപോയ ഈ നേരത്തു പോലും ഫീലിയാസ് ഫോഗ് തന്റെ വാച്ച് അഴിച്ചെടുത്ത് ഒരു ടേബിളിന് മുകളിൽ വെച്ചിട്ട് അതിന്റെ സൂചികൾ ചലിക്കുന്നതും നോക്കി നിശ്ചലനായി ഇരിക്കുകയാണ്. എങ്ങനെ വിശകലനം ചെയ്താലും ഫീലിയാസ് ഫോഗിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിഭീകരമാണെന്ന് പറയാതിരിക്കാനാവില്ല. അതിനെ ഇപ്രകാരം നമുക്ക് വായിക്കാനാകും. അയാൾ നിരപരാധിയായ ഒരു മാന്യനായിരുന്നുവെങ്കിൽ അയാളുടെ ജീവിതം തകർന്നിരിക്കുന്നു. അയാൾ ഒരു കള്ളനാണെങ്കിൽ അവസാനം അയാൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷപ്പെടാനുള്ള വഴികളെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നുണ്ടാകുമോ? ചിന്തകൾ അതിരുകടക്കുമ്പോഴായിരിക്കാം അയാൾ ആ മുറിക്കു ചുറ്റും നടക്കുന്നത്. എന്നാൽ വാതിലുകൾ നന്നായി ബന്ധിച്ചിട്ടുണ്ടായിരുന്നു.
ജനലുകൾ ഇരുമ്പ് കമ്പികൾ കൊണ്ട് ബലപ്പെടുത്തിയതുമായിരുന്നു. അതുവഴി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലായതുകൊണ്ടാകാം അയാൾ വീണ്ടും ബെഞ്ചിലേക്ക് തിരിച്ചെത്തി പോക്കറ്റിൽ നിന്നും തന്റെ യാത്രാ ഡയറി എടുത്ത് വായിച്ചു. ലിവർപൂൾ, ഡിസംബർ 21, ശനിയാഴ്ച. 80-ാം ദിവസം രാവിലെ 8:40. ആ മുറിയിലുണ്ടായിരുന്ന നാഴികമണിയിലേക്ക് അയാളുടെ കണ്ണുകളെത്തി. തന്റെ വാച്ച് അതിനേക്കാൾ 2 മിനിറ്റ് മുന്നിലാണെന്ന് അയാൾ കണ്ടെത്തി. ഉച്ചയ്ക്ക് 2 മണിയടിച്ചു. ഫീലിയാസ് ഫോഗ് മനസ്സിൽ കണക്കുകൂട്ടി. ഈ സമയത്തൊരു എക്സ്പ്രസ് ട്രെയിൻ കിട്ടിയാൽ ലണ്ടനിൽ സമയത്തിനെത്താനാകും. അങ്ങനെയാണെങ്കിൽ രാത്രി 8:45 റിഫോം ക്ലബിൽ ഹാജരാകാനാകും. തനിക്കു മുന്നിൽ ഈ നിമിഷത്തിലും സമയം ബാക്കിയുണ്ടെന്നറിഞ്ഞപ്പോൾ അയാളുടെ പുരികങ്ങൾ മുകളിലേക്ക് കയറി. നെറ്റിയിൽ ചുളിവുകൾ പടർന്നു. 2:33 ആയപ്പോഴേക്കും പുറത്തൊരു ബഹളം കേട്ടു. പാസ്പാർത്തുവിന്റെയും ഫിക്സിന്റെയും ഇടകലർന്ന ശബ്ദമാണെന്ന് ഫോഗ് തിരിച്ചറിഞ്ഞു. തടവറയുടെ കതകുകൾ വലിച്ചു തുറന്നുകൊണ്ട് പാസ്പാർത്തുവും ഫിക്സും ഔദയും കടന്നുവന്നു. ഫീലിയാസ് ഫോഗിന്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. ഫിക്സിന് ശ്വാസം പോലും നിലച്ച മട്ടാണ്. അയാൾക്ക് ഒന്ന് സംസാരിക്കാൻ പോലും ആകുന്നില്ല. സർ, എന്നോട് പൊറുക്കണം. ഏറ്റവും അടുത്ത സാദൃശ്യമാണ് എല്ലാത്തിനും കാരണം. യഥാർത്ഥ കള്ളൻ 3 ദിവസങ്ങൾക്ക് മുൻപ് പിടിക്കപ്പെട്ടു. താങ്കൾ മോചിതനായിരിക്കുന്നു. ഫീലിയാസ് ഫോഗ് മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് കേട്ടതും അയാൾ കുറ്റാന്വേഷകന്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു. ഫോഗ് അയാളുടെ കണ്ണുകളിലേക്ക് തീക്ഷ്ണമായി നോക്കി. എന്നിട്ട് തന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്തൊരു പ്രവൃത്തിയാണ് അയാൾ ചെയ്തത്. 2 കൈകളും പിന്നിലേക്ക് വീശി കുറ്റാന്വേഷകൻ ഫിക്സിന്റെ 2 ചെകിട്ടത്തും ആഞ്ഞടിച്ചു. കൊള്ളാം, അടി ഗംഭീരമായിരിക്കുന്നു, പാസ്പാർത്തു ഉറക്കെ പറഞ്ഞു. അടിയേറ്റ് തളർന്നുപോയ ഫിക്സ് ഒരു വാക്കുപോലും ഉരിയാടിയില്ല. ഫിക്സ് അതിന് അർഹനായിരുന്നു. പാസ്പാർത്തുവും ഫോഗും ഔദയും ഉടൻ തന്നെ ആ കെട്ടിടത്തിൽ നിന്നും പുറത്തു വന്നു. വഴിയിൽ കിട്ടിയൊരു മോട്ടോർ ക്യാബിൽ ചാടിക്കയറി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ലിവർപൂൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ലണ്ടനിലേക്ക് എക്സ്പ്രസ് ട്രെയിൻ ഇപ്പോൾ പുറപ്പെടാനുണ്ടോ എന്ന് അന്വേഷിച്ചു. എന്നാൽ അവർ എത്തുന്നതിനും 35 മിനിറ്റുകൾക്ക് മുൻപാണ് ഒരു ട്രെയിൻ പുറപ്പെട്ടത്. ഫീലിയാസ് ഫോഗ് ഉടൻ തന്നെ ഒരു സ്പെഷ്യൽ ട്രെയിൻ ബുക്ക് ചെയ്തു. നിരവധി ആവി എഞ്ചിനുകൾ സ്പെഷ്യൽ ട്രെയിനായി ഓടുന്നതിന് തയ്യാറായി നിൽക്കുന്നുണ്ടെങ്കിലും ട്രാഫിക് സംബന്ധിച്ച തയ്യാറെടുപ്പുകളുടെ ഭാഗമായി 3 മണിക്ക് ശേഷമേ സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെടുകയുള്ളൂ എന്നറിയാൻ കഴിഞ്ഞു. 3 മണിക്ക് തന്നെ ഫീലിയാസ് ഫോഗിനെയും പാസ്പാർത്തുവിനെയും ഔദയെയും വഹിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ ട്രെയിൻ ലിവർപൂളിൽ നിന്നും പുറപ്പെട്ടു. കൃത്യസമയത്ത് ലണ്ടനിൽ എത്തിക്കുന്നതിന് ഫീലിയാസ് ഫോഗ് എഞ്ചിൻ ഡ്രൈവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. ട്രാക്കുകളും സിഗ്നലും അനുകൂലമായിരുന്നതിനാൽ ലിവർപൂളിൽ നിന്നും ലണ്ടനിലേക്ക് 5.5 മണിക്കൂർ കൊണ്ടെത്താനാകും. എന്നാൽ ട്രാഫിക് സിഗ്നൽ പ്രശ്നങ്ങൾ കാരണം ട്രെയിൻ ടെർമിനലിൽ എത്തിയപ്പോൾ ലണ്ടനിലെ എല്ലാ ക്ലോക്കുകളിലും സമയം രാത്രി 8:50 ആയിരുന്നു. ലോകം 80 ദിവസം കൊണ്ട് ചുറ്റിയടിച്ച ലണ്ടനിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ഫീലിയാസ് ഫോഗ് 5 മിനിറ്റ് താമസിച്ചു പോയിരുന്നു. അവസാനം വാശിയേറിയതും സംഭവബഹുലവുമായിരുന്ന യാത്രയിൽ ഫീലിയാസ് ഫോഗ് പരാജയം സമ്മതിച്ചു. തൊട്ടടുത്ത ദിവസം സാവില്ലെ റോയിലെ മറ്റു വീട്ടുകാർക്ക് ഫീലിയാസ് ഫോഗ് തിരിച്ചെത്തിയെന്നറിഞ്ഞപ്പോൾ അത്ഭുതം തോന്നി. വീട്ടിൽ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ജനലുകളും കതകുകളും അടഞ്ഞു തന്നെ കിടക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തു വന്ന ഫോഗ് പാസ്പാർത്തുവിനോട് ഭക്ഷണം വാങ്ങിവരാൻ ആവശ്യപ്പെട്ടിട്ട് നേരെ വീട്ടിലേക്കാണ് പോയത്. അയാൾ ശരിക്കും നിരാശയിലായിരുന്നു. എല്ലാം നശിച്ചിരിക്കുന്നു. ആ പോലീസുകാരൻ എല്ലാം നശിപ്പിച്ചിരിക്കുന്നു. നല്ല പ്രതീക്ഷയോടു കൂടി തന്നെയാണ് ഇത്രയും വലിയ യാത്രയ്ക്കൊരുങ്ങിയത്. ആയിരക്കണക്കിന് പ്രതിബന്ധങ്ങളെയാണ് സമർത്ഥമായി നേരിട്ടത്. ചീറിയെടുത്ത അപകടങ്ങളെ അസാമാന്യ ധീരതയോടെ നേരിട്ട് വിജയം നേടി. യാത്രക്കിടയിൽ ചില നല്ല കാര്യങ്ങൾ ചെയ്യാനും സമയം കണ്ടെത്തി. എന്നാൽ അപകടം തന്റെ കൂടെയുണ്ടായിരുന്നുവെന്ന് തിരിച്ചറിയാനോ മുൻകരുതലുകൾ എടുക്കാനോ കഴിഞ്ഞില്ല. തികച്ചും ഭയാനകമായ അവസ്ഥയായി പോയത്. കയ്യിലുണ്ടായിരുന്ന തുകയെല്ലാം യാത്രയ്ക്കായി ചെലവഴിച്ചു. ആകെയുണ്ടായിരുന്ന സമ്പാദ്യമായിരുന്നു ബെയറിംഗ് ബ്രദേഴ്സ് ബാങ്കിലെ 20,000 പൗണ്ട്. അതാണ് റിഫോം ക്ലബിലെ സുഹൃത്തുക്കൾക്ക് പന്തയമായി എഴുതിക്കൊടുത്തത്. പന്തയത്തിൽ ജയിച്ചിരുന്നാൽ പോലും യാത്രയുടെ ഭീമമായ ചിലവു കാരണം അദ്ദേഹം ഒരിക്കലും സമ്പന്നനാകുമായിരുന്നില്ല. എന്നാൽ പരാജയപ്പെട്ടതോടെ അയാൾ തീർത്തും ദരിദ്രനായ ഒരു മനുഷ്യനായി മാറിക്കഴിഞ്ഞിരുന്നു.
യാത്രയുടെ ആഘാതത്തിൽ നിന്നും വേഗത്തിൽ കരകയറാനാകുമായിരിക്കും. എന്നാൽ ഭാവി ജീവിതം ഫീലിയാസ് ഫോഗിനു മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. ഔദയ്ക്ക് സ്വന്തമായി ഒരു മുറി വിട്ടു നൽകി. അവരുടെ മുഖത്തു നിന്നും സന്തോഷം മാഞ്ഞുപോയിരുന്നു. ഔദ ഒന്നും സംസാരിച്ചില്ല. ഫീലിയാസ് ഫോഗ് അവരോട് ഏതാനും വാക്കുകൾ മാത്രമാണ് സംസാരിച്ചത്. ഫോഗ് തികച്ചും വിനാശകരമായ എന്തോ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ടോ എന്ന് ഔദ സംശയിച്ചു. തുടർച്ചയായി ഒരേ വിഷയം തന്നെ ആലോചിച്ചു കൂട്ടി ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ചില ബ്രിട്ടീഷുകാരുടെ സ്വഭാവ വൈചിത്ര്യത്തെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു. പാസ്പാർത്തു ആകട്ടെ നിശബ്ദനായി യജമാനന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചു. വീട്ടിലെത്തിയ ഉടൻ പാസ്പാർത്തു തന്റെ മുറിയിലേക്ക് ഓടിപ്പോയി. കഴിഞ്ഞ 80 ദിവസമായി കത്തിക്കൊണ്ടിരുന്ന ഗ്യാസ് ഓഫ് ചെയ്തു. ലൈറ്റർ ബോക്സിൽ ഗ്യാസ് കമ്പനിയുടെ ബില്ല് അയാൾ കണ്ടിരുന്നു. വലിയ ബില്ലായിരിക്കണം താൻ കാരണം യജമാനന് നൽകേണ്ടി വരുന്നത്. ഇനി മുതൽ ഈ ചിലവ് വേണ്ടെന്നു വെക്കാനുള്ള സമയമായി. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി. രാത്രി കടന്നുവന്നു. ഫീലിയാസ് ഫോഗ് കിടക്കാനായി തന്റെ മുറിയിലേക്ക് പോയി. എന്നാൽ അദ്ദേഹത്തിന് ഉറങ്ങാനാകുമോ? ഔദയാകട്ടെ ഉറക്കമില്ലാതെ ചുറ്റിത്തിരിഞ്ഞു. പാസ്പാർത്തു രാത്രിയിലും വിശ്വസ്തനായ ഒരു നായയെപ്പോലെ ഫീലിയാസ് ഫോഗിന്റെ മുറിക്ക് പുറത്ത് കാവലിരുന്നു. അടുത്ത ദിവസം എത്തി. ഫീലിയാസ് ഫോഗ് ഭക്ഷണത്തിന് വലിയ താല്പര്യം കാണിച്ചില്ല. എന്നാൽ ഔദയാകട്ടെ എല്ലാ കാര്യത്തിലും അയാളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഫോഗ് അത്യാവശ്യത്തിന് മാത്രമേ മുറിവിട്ട് പുറത്തേക്ക് വന്നുള്ളൂ. അന്നു വൈകുന്നേരം അയാൾ ഔദയോട് സംസാരിച്ചു. പാസ്പാർത്തുവിന്റെ മനസ്സിന് ഒരു സ്വസ്ഥതയും കിട്ടിയില്ല. അയാൾ തന്റെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിയില്ലാത്ത പ്രവൃത്തികളെക്കുറിച്ചോർത്ത് തന്നെ ശപിക്കാനാണ് ഏതു നേരവും ശ്രമിച്ചത്. കുറ്റാന്വേഷകൻ ഫിക്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ യഥാസമയം അദ്ദേഹത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ ലിവർപൂളിലേക്കുള്ള യാത്രയിലെങ്കിലും അയാളെ യജമാനൻ ഒഴിവാക്കിയേനെ. തന്റെ ഉള്ളിലുള്ള സങ്കടങ്ങൾ യജമാനനോട് പറയാതിരിക്കാൻ അയാൾക്കാവുമായിരുന്നില്ല. അയാൾ ഫീലിയാസ് ഫോഗിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു. എന്റെ യജമാനനെ, മിസ്റ്റർ ഫോഗ്, അങ്ങ് എന്നെ ശപിച്ചുകൊള്ളുക. എല്ലാം എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാണ്. ഞാൻ ആരെയും ശപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാറില്ല. തികച്ചും ശാന്തനായി ഫോഗ് മറുപടി പറഞ്ഞു. ഇപ്പോൾ താങ്കൾ പോവുക. പാസ്പാർത്തു ഫോഗിന്റെ മുറിവിട്ട് നേരെ പോയത് ഔദയുടെ അടുത്തേക്കാണ്. മോം, എനിക്കിനി ഒന്നും ചെയ്യാനാകില്ല. യജമാനന്റെ മനസ്സിൽ സ്വാധീനം ചെലുത്താൻ എനിക്കാവില്ല. ഒരു പക്ഷേ മാഡം വിചാരിച്ചാൽ. എന്ത് സ്വാധീനമാണ് ആ മനുഷ്യനുമേൽ എനിക്ക് ചെലുത്താൻ കഴിയുന്നത്? മിസ്റ്റർ ഫോഗ് ആരെയും മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം ഒരിക്കലെങ്കിലും എന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും അദ്ദേഹം എന്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടുണ്ടോ? എന്റെ പ്രിയ സ്നേഹിത, താങ്കൾ ഒരിക്കലും അദ്ദേഹത്തെ തനിച്ചാക്കരുത്. ഇന്ന് രാത്രിയിൽ എന്നോട് എന്തെല്ലാമോ സംസാരിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? അതേ മോം, ഒരു കാര്യത്തിൽ സംശയമില്ല. താങ്കളുടെ ബ്രിട്ടനിലെ സുരക്ഷിതത്വത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത്രയും പറഞ്ഞിട്ട് അവർ മ്ലാനമായ മുഖത്തോടെ കട്ടിലിലിരുന്നു. അന്നത്തെ ദിവസം മുഴുവനും സാവില്ലെ റോയിലെ ഫീലിയാസ് ഫോഗിന്റെ ഭവനം ആളനക്കമില്ലാത്ത വീട് പോലെ നിശബ്ദമായിരുന്നു. ആ വീട്ടിൽ താമസമാക്കിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ വെസ്റ്റ് മിനിസ്റ്ററിലെ ടവറിൽ നിന്നും നാഴികമണി 11:30 അടിക്കുമ്പോൾ റിഫോം ക്ലബിലെ തന്റെ തീന്മേശയിലേക്ക് കൃത്യമായി പോയിരുന്ന ഫീലിയാസ് ഫോഗ് അന്നാദ്യമായി അത് വേണ്ടെന്ന് വെച്ചു. വാസ്തവത്തിൽ എന്തിനാണ് ഇനി അയാൾ റിഫോം ക്ലബിലേക്ക് പോകുന്നത്? റിഫോം ക്ലബിലെ അയാളുടെ സുഹൃത്തുക്കൾ ആരും തന്നെ അയാൾ ക്ലബിലേക്ക് ഇനി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 8:45 വിധി നിർണായകമായിരുന്ന ആ ദിവസം, അതായത് ഡിസംബർ 21 ശനിയാഴ്ച, ഫീലിയാസ് ഫോഗ് റിഫോം ക്ലബിലെ ഡ്രോയിങ് റൂമിൽ എത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. എന്നു പറഞ്ഞാൽ പന്തയത്തിൽ അയാൾ തോറ്റിരിക്കുന്നു. ബാങ്കിലുണ്ടായിരുന്ന 20,000 പൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാനായി ഫോഗിന് അങ്ങോട്ടും പോകേണ്ടതില്ല. അയാളുടെ എതിരാളികളുടെ കയ്യിൽ അയാൾ ഒപ്പിട്ട് നൽകിയ ചെക്ക് ഇപ്പോഴുമുണ്ട്. ബെയറിംഗ് ബ്രദേഴ്സിന്റെ കണക്ക് പുസ്തകത്തിൽ പാസ്റ്റ് എന്ന് രേഖപ്പെടുത്തേണ്ട താമസം മാത്രമേയുള്ളൂ ആ പണം അവരുടെ അക്കൗണ്ടിലേക്ക് എത്താൻ. പുറത്തേക്ക് പോകുന്നതിന് ഫീലിയാസ് ഫോഗിന് കാരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ സാവില്ലെ റോയിൽ നിന്നും പുറത്തിറങ്ങിയില്ല.
പാസ്പാർത്തു ആ വീടിന്റെ സ്റ്റെയർ കേസ് നിരന്തരമായി കയറിയിറങ്ങി. ഫീലിയാസ് ഫോഗിന്റെ വാതിലിന് പുറത്ത് കാവലിരുന്ന പാസ്പാർത്തു ഓരോ നിമിഷത്തിലും ചെവിയോർത്തത് അകത്തെ മുറിയിൽ നിന്നും അസാധാരണമായ ശബ്ദങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നായിരുന്നു. ഇടയ്ക്കിടെ അയാൾ വാതിലിന്റെ താക്കോൽ ദ്വാരത്തിലൂടെ അകത്തേക്ക് നോക്കി എല്ലാം നന്നായി പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി. ഒരു ദുരന്തം ഏതു നിമിഷവും ഉണ്ടായേക്കുമെന്ന് അയാൾ ഭയന്നിരുന്നു. ചിലപ്പോഴൊക്കെ അയാൾ ഫിക്സിനെ കുറിച്ചും ചിന്തിച്ചിരുന്നു. ഫിക്സിനെ കുറിച്ച് കുറച്ചു മുൻപ് വരെ ഉണ്ടായിരുന്ന ധാരണകൾ അയാൾ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഫിക്സിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നുവെങ്കിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കി. ഫീലിയാസ് ഫോഗിനെ അയാൾ നിഴൽ പോലെ പിന്തുടർന്നതും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും എല്ലാം തന്നെ അയാളുടെ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായ കാര്യങ്ങളാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോഴും അയാളാണ് തന്റെ യജമാനന്റെ ജീവിതം തകർത്തതെന്ന് പാസ്പാർത്തു വിശ്വസിച്ചു. വളരെ പെട്ടെന്നു തന്നെ പാസ്പാർത്തു മറ്റൊരു മനുഷ്യനായി മാറി. ഇടയ്ക്കിടെ ഔദയുടെ മുറിയുടെ ഡോറിൽ മുട്ടി വിളിച്ചും തുടർച്ചയായി ഫീലിയാസ് ഫോഗിന്റെ മുറിയുടെ വാതുക്കലെത്തി അകത്തേക്ക് ചെവിയോർത്തും വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നിശ്ചലനായി ഇരുന്നും അയാൾ സമയം നീക്കി. അയാൾക്ക് ഒന്നും സംസാരിക്കാനില്ലായിരുന്നു. ചിന്താഭാരത്താൽ തലകുമ്പിട്ടിരിക്കുന്ന ഔദയെ ഒന്ന് നോക്കുക മാത്രം ചെയ്ത് തിരികെ പോരും. രാത്രി 7:30 ഫീലിയാസ് ഫോഗ് ഔദയുടെ മുറിയിലേക്ക് വന്നു. അടുത്തു കിടന്ന കസേര വലിച്ചിട്ട് അവർക്കഭിമുഖമായി ഇരുന്നു. നിർവികാരമായ ഒരു ഭാവമായിരുന്നു അപ്പോൾ അയാളുടെ മുഖത്ത് കണ്ടത്. 5 മിനിറ്റോളം ഒന്നും മിണ്ടാതെ അയാൾ ഇരുന്നു. തുടർന്ന് അയാൾ ഔദയോട് സംസാരിച്ചു തുടങ്ങി. മാഡം, നിങ്ങൾക്ക് എങ്ങനെ എന്നോട് ക്ഷമിക്കാൻ കഴിയും? നിങ്ങളെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നതിന്. നിങ്ങളോടോ ക്ഷമിക്കാനോ? അവരുടെ ഹൃദയത്തിന്റെ ചെറുതാളം ഇപ്പോൾ ഒരു ചെണ്ടമേളമായി ഉയർന്നു കേട്ടു. അവർ വിതുമ്പാൻ തുടങ്ങി. മാഡം, എന്നെ പറഞ്ഞു തീർക്കാൻ ദയവായി അനുവദിക്കുക. നിങ്ങളെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ താല്പര്യം കാണിച്ചത് ആ രാജ്യത്ത് നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. ആ തീരുമാനമെടുക്കുമ്പോൾ ഞാൻ സമ്പന്നനായിരുന്നു. എന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് നൽകണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുവഴി നിങ്ങളുടെ ജീവിതം സന്തോഷകരവും സ്വതന്ത്രവുമാക്കണമെന്നും ഞാൻ ചിന്തിച്ചു. എന്നാൽ ഇപ്പോൾ ഞാനാകെ തകർന്നിരിക്കുന്നു. ഞാനത് മനസ്സിലാക്കുന്നു സർ. പക്ഷെ മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ? അങ്ങയുടെ യാത്രയ്ക്ക് കാലതാമസം ഉണ്ടാക്കിയതിന് ഞാനും കാരണക്കാരിയല്ലേ? അങ്ങനെ അങ്ങയുടെ നാശത്തിന് കാരണക്കാരായവരിൽ ഞാനും ഉൾപ്പെടുന്നു. അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മാഡം, നിങ്ങൾക്കൊരിക്കലും ഇന്ത്യയിൽ കഴിയാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായിരിക്കണമെങ്കിൽ മതഭ്രാന്തന്മാരായ ആ മനുഷ്യർക്ക് ഒരിക്കലും കണ്ടെത്താനാകാത്തൊരു സ്ഥലത്ത് നിങ്ങൾ താമസിക്കേണ്ടി വരും. അല്ലെങ്കിൽ വീണ്ടും നിങ്ങളെ അവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കും. മിസ്റ്റർ ഫോഗ്, താങ്കൾ ഭീകരമായ മരണത്തിന്റെ കയ്യിൽ നിന്നും എന്റെ ജീവൻ തട്ടിപ്പറിച്ചെടുത്ത് എനിക്ക് തിരിച്ചു തന്നു. ഇപ്പോൾ ഈ വിദേശ രാജ്യത്തെ എന്റെ ഭാവിയെക്കുറിച്ച് ഓർത്താണ് താങ്കൾ ദുഃഖിക്കുന്നത്. ശരിയാണ് മാഡം, സംഭവങ്ങളെല്ലാം എനിക്കെതിരായിപ്പോയി. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിൽ അവശേഷിക്കുന്ന തുച്ഛമായ സമ്പാദ്യം നിങ്ങൾക്ക് നൽകണമെന്നാണ്. അതിന് എന്നെ അനുവദിക്കണം. പക്ഷേ നിങ്ങൾ എന്തു ചെയ്യും മിസ്റ്റർ ഫോഗ്? നിങ്ങൾക്ക് എന്താണ് ഇനിയൊരു മാർഗം? മാഡം, എനിക്കൊന്നും ആവശ്യമില്ല. ഫീലിയാസ് ഫോഗ് ശാന്തനായി മറുപടി പറഞ്ഞു. പക്ഷേ അതെങ്ങനെയാണ് സർ? താങ്കൾക്ക് മുന്നിലുള്ള ഭാവി ജീവിതത്തെ താങ്കൾ എങ്ങനെ അഭിമുഖീകരിക്കും? അത് അതിൻ്റെ വഴിക്ക് മുറ പോലെ നടക്കും. ഒരുപക്ഷെ താങ്കളെപ്പോലുള്ള ഒരു മനുഷ്യൻ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്ത് വലിച്ചെറിയപ്പെടുമ്പോൾ സുഹൃത്തുക്കൾ സഹായിക്കുമെന്നായിരിക്കാം. എനിക്ക് സുഹൃത്തുക്കളായി ആരുമില്ല മാഡം. താങ്കളുടെ ബന്ധുക്കളായി ആരും തന്നെ ഇപ്പോൾ അവശേഷിക്കുന്നില്ല. ക്ഷമിക്കണം മിസ്റ്റർ ഫോഗ്, താങ്കളോട് ഒരിക്കലും യോജിക്കാൻ എനിക്കാവില്ല. ഏകാന്തത എന്നത് ഏറ്റവും വലിയ ദുരന്തമാണ്. താങ്കളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കാൻ ഒരു ഹൃദയം പോലും വേറെ ഇല്ലെന്നുള്ളത് കഷ്ടം തന്നെയാണ്. 2 ഹൃദയങ്ങളുണ്ടെങ്കിൽ ദുരിതം പോലും സഹിക്കാൻ കഴിയുമെന്നല്ലേ പഴമൊഴി? അങ്ങനെ ഒരു പഴമൊഴിയുണ്ട്. മിസ്റ്റർ ഫോഗ്, ഔദ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ബന്ധുക്കളും സുഹൃത്തുക്കളുമുള്ള ഒരാളായി താങ്കൾക്ക് മാറണ്ടേ? താങ്കൾക്ക് എന്നെ ഭാര്യയായി സ്വീകരിച്ചുകൂടെ? ഔദ ഇങ്ങനെ ചോദിച്ചതും ഫീലിയാസ് ഫോഗ് കസേരയിൽ നിന്നും എഴുന്നേറ്റു. നാളിതുവരെ ഫോഗിന്റെ കണ്ണുകളിൽ ദർശിക്കാത്ത തരത്തിലുള്ള ഒരു തിളക്കം കാണപ്പെട്ടു. അയാളുടെ ചുണ്ടുകൾ വികാര തള്ളിച്ചയാൽ വിറയ്ക്കാൻ തുടങ്ങി.
ഫീലിയാസ് ഫോഗിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഔദ നിശ്ചലയായി. ഔദയുടെ മനോഹരമായ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ധൈര്യം പോലുമില്ലാതെ ഫീലിയാസ് ഫോഗ് തന്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു. സത്യസന്ധതയും നിശ്ചയദാർഢ്യവും ഔദയുടെ കണ്ണുകളിൽ അയാൾക്ക് തെളിഞ്ഞു കാണാമായിരുന്നു. ആദ്യമായി അവരെ കണ്ടുമുട്ടിയപ്പോഴും ഫീലിയാസ് ഫോഗിനെ ആകർഷിച്ചത് ആ കണ്ണുകളായിരുന്നു. ഇപ്പോൾ ആ കണ്ണുകൾ അയാളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അത് സത്യമാണ്. ലോകത്തിലെ എല്ലാ വിശുദ്ധിയോടും കൂടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ പൂർണ്ണമായും നിനക്കുള്ളതാണ്. ദീർഘമായി ഒന്ന് നിശ്വസിച്ചിട്ട് ഔദ തന്റെ കൈകൾ ഹൃദയത്തോട് ചേർത്തു പിടിച്ചു. പാസ്പാർത്തു ഗോവണിപ്പടികൾ ചവിട്ടിക്കുലുക്കി മുകളിലേക്ക് എത്തിയപ്പോൾ കാണുന്നത് ഫീലിയാസ് ഫോഗ് ഔദയുടെ കരങ്ങളെ തഴുകുന്നതാണ്. പാസ്പാർത്തുവിന് വളരെ പെട്ടെന്നു തന്നെ അതിന്റെ കാരണം ബോധ്യമായി. ഉഷ്ണമേഖലാ പ്രദേശത്ത് കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ അയാളുടെ മുഖം പ്രകാശിതമായി. സമയം അധികമായിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ മെറിൽബോൺ പാരിഷിലെ പാതിരി സാമുവൽ വിൽസണെ നേരിൽ കണ്ട് വിവാഹത്തിന്റെ കാര്യം അറിയിക്കാൻ ഫീലിയാസ് ഫോഗ് പാസ്പാർത്തുവിന് നിർദ്ദേശം നൽകി. അത് കേട്ടപ്പോൾ പാസ്പാർത്തു ചിരിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അയാൾ ഇത്രയും ഹൃദയം തുറന്നു ചിരിക്കുന്നത്. സമയം അധികമായിട്ടില്ല, പാസ്പാർത്തു അറിയിച്ചു. അപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ് കൂടി ആയിട്ടുണ്ടായിരുന്നു. എങ്കിൽ ആ ചടങ്ങ് നാളെ തന്നെ നടക്കട്ടെ. നാളെ തിങ്കളാഴ്ചയല്ലേ? അതെ, നാളെ തിങ്കളാഴ്ചയാണ്. അപ്പോൾ നാളെ തന്നെ നടക്കട്ടെ. ഇത്രയും പറഞ്ഞിട്ട് ഫീലിയാസ് ഫോഗ് ഔദയുടെ മുഖത്തേക്ക് നോക്കി. അതെ, നാളെ തിങ്കളാഴ്ചയാണ്, അവർ പ്രതികരിച്ചു. പാസ്പാർത്തു തനിക്ക് കഴിയാവുന്ന വേഗത്തിൽ തന്നെ പുറത്തേക്കോടി. ഡിസംബർ 17-ാം തീയതി എഡിൻബർഗ് നിവാസി ജെയിംസ് സ്ട്രാൻഡ് ബാങ്ക് കൊള്ളക്കേസിൽ അറസ്റ്റിലായതോടെ ലണ്ടൻ നിവാസികളുടെ അഭിപ്രായങ്ങൾ മാറിമറിഞ്ഞു. 3 ദിവസം മുൻപ് വരെ ഫീലിയാസ് ഫോഗ് എന്ന മനുഷ്യൻ ബാങ്ക് കൊള്ളയടിച്ച കൊടും കുറ്റവാളി ആയിരുന്നെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. ഫീലിയാസ് ഫോഗ് ഏറ്റവും മാന്യനായ മനുഷ്യനാണെന്ന് ഏവരും ഒരേപോലെ പറയാൻ തുടങ്ങി. 80 ദിവസം കൊണ്ട് ലോകം ചുറ്റിയടിക്കാനായി പുറപ്പെട്ടത് അദ്ദേഹത്തിന് അല്പം നൊസ്സുണ്ടായിരുന്നതുകൊണ്ടാണെന്നും അവർ പറഞ്ഞു പരത്തി. ഇന്നലെ വരെ അയാൾക്കെതിരെ നിരവധി വാർത്തകൾ എഴുതിപ്പിടിപ്പിച്ചിരുന്ന പത്രങ്ങൾ നേരെ തിരിഞ്ഞു വീണു. ഫീലിയാസ് ഫോഗ് എന്ന ജെന്റിൽമാനെ അവർ പുകഴ്ത്താൻ തുടങ്ങി. അദ്ദേഹത്തെ കുറ്റവാളിയാക്കി മുദ്രകുത്തി വാതുവെച്ചവരെല്ലാം നിശബ്ദരായി. ഫീലിയാസ് ഫോഗിന്റെ എല്ലാ ഇടപാടുകളും നിയമപരമാണെന്ന് സ്ഥാപിക്കപ്പെട്ടു. എവിടെയും ഫീലിയാസ് ഫോഗ് എന്ന മനുഷ്യനെക്കുറിച്ചാണ് ആൾക്കാർ സംസാരിക്കുന്നത്. റിഫോം ക്ലബിലെ ഫീലിയാസ് ഫോഗിന്റെ ചീട്ടുകളി സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം 17-ാം തീയതി മുതലുള്ള 3 ദിവസങ്ങൾ ഉത്കണ്ഠ നിറഞ്ഞതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫീലിയാസ് ഫോഗ് എന്ന മനുഷ്യനെ അവരെല്ലാവരും മറന്നു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും അവരുടെ കണ്ണുകളിൽ ഫീലിയാസ് ഫോഗിന്റെ രൂപം തെളിഞ്ഞു നിൽക്കുന്നു. ഈ നിമിഷത്തിൽ അദ്ദേഹം എവിടെയായിരിക്കും? അവർ ചിന്തിച്ചു. ഡിസംബർ 17-ാം തീയതിയിൽ ജെയിംസ് സ്ട്രാൻഡ് അറസ്റ്റിലാകുന്ന ദിവസം ഫീലിയാസ് ഫോഗ് പോയിട്ട് 76 ദിവസങ്ങളായിരുന്നു. അന്നുവരെ അയാളെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല. ഒരുപക്ഷെ അയാൾ മരിച്ചിട്ടുണ്ടാവുമോ? ഇനി യാത്രയെല്ലാം അയാൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവുമോ? അല്ലെങ്കിൽ അയാൾ തയ്യാറാക്കിയ പ്രോഗ്രാം അനുസരിച്ച് ഇപ്പോഴും യാത്രയിൽ തന്നെ ആയിരിക്കുമോ? ഡിസംബർ 21-ാം തീയതി രാത്രി 8:45-ന് അയാൾ റിഫോം ക്ലബിലെ ഡ്രോയിങ് റൂമിൽ എത്തുമോ? ഈ 3 ദിവസക്കാലം അടക്കാനാവാത്ത ആകാംക്ഷയിലും ഉത്കണ്ഠയിലുമായിരുന്നു ബ്രിട്ടീഷ് ജനത. അവരുടെ ആകാംക്ഷയെക്കുറിച്ച് വിവരിക്കാൻ വാക്കുകൾക്ക് പോലും കഴിയില്ല. ഫീലിയാസ് ഫോഗിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് നിരവധി ടെലഗ്രാമുകൾ അമേരിക്കയിലേക്കും ഏഷ്യയിലേക്കും ഇതിനോടകം അയച്ചിരുന്നു. ചില ലണ്ടൻ നിവാസികളാകട്ടെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ സാവില്ലെ റോയിലെ ഫീലിയാസ് ഫോഗിന്റെ വീടിന് മുന്നിലെത്തി അകത്ത് ആളനക്കമുണ്ടോ എന്ന് പരിശോധിച്ചു. ആർക്കും യാതൊന്നും പിടികിട്ടിയില്ല. ഫീലിയാസ് ഫോഗിന്റെ പിന്നാലെ കുറ്റാന്വേഷകൻ ഫിക്സിനെ പറഞ്ഞയച്ചതിൽ ലണ്ടൻ പോലീസ് ഉദ്യോഗസ്ഥരിലും അതിയായ ദുഃഖമുണ്ടായിരുന്നു. ഫീലിയാസ് ഫോഗ് വിജയകരമായി തിരിച്ചെത്തുമെന്നും ഇല്ലെന്നും വാദിച്ചുകൊണ്ട് വീണ്ടും വാതുവെപ്പ് തുടങ്ങി. ഇത്തവണ വാതുവെപ്പ് തുക വളരെ ഉയർന്നതായിരുന്നു. ശനിയാഴ്ച രാത്രിയെത്തി. പാൾമാളിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു. റിഫോം ക്ലബിന് സമീപത്തുള്ള കെട്ടിടങ്ങളിലെല്ലാം ജനങ്ങൾ തിങ്ങിക്കൂടി. സ്റ്റോക്ക് ബ്രോക്കർമാരുടെ ഒരു പട തന്നെ അവിടെ സന്നിഹിതരായിരുന്നു. ട്രാഫിക് തടസ്സപ്പെട്ടു. ഫീലിയാസ് ഫോഗിന്റെ മാർക്കറ്റ് വാല്യൂ കുതിച്ചുയരുകയാണ്.
എവിടെ നോക്കിയാലും ജനങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ വാഗ്വാദങ്ങളും വാതുവെപ്പുകളും നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് നന്നായി പാടുപെട്ടു. ഫീലിയാസ് ഫോഗ് എത്തിച്ചേരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സമയം അടുക്കും തോറും ജനങ്ങളുടെ പിരിമുറുക്കത്തിന്റെ ആക്കവും കൂടി വന്നു. റിഫോം ക്ലബിലെ ഡ്രോയിങ് റൂമിൽ ഫീലിയാസ് ഫോഗിന്റെ ആ 5 സുഹൃത്തുക്കളും സന്നിഹിതരായിട്ടുണ്ട്. ബാങ്കർമാരായ ജോൺ സള്ളിവനും ഫാലന്റീനും, എഞ്ചിനീയർ ആൻഡ്രൂ സ്റ്റുവർട്ട്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ ഡയറക്ടർ ബോർഡ് അംഗമായ ഗൗതിയർ റാൽഫ്, മദ്യവ്യവസായി തോമസ് ഫ്ലാനഗൻ എന്നിവരാണ് ആ 5 പേർ. എല്ലാവരുടെയും മുഖത്ത് എന്തെന്നില്ലാത്ത പിരിമുറുക്കം വ്യക്തമാണ്. പ്രധാന ഹാളിലെ ക്ലോക്കിൽ 8:25 സമയമായപ്പോൾ ആൻഡ്രൂ സ്റ്റുവർട്ട് കസേരയിൽ നിന്നും എഴുന്നേറ്റു. സുഹൃത്തുക്കളെ, ഫിലിയാസ് ഫോഗും നമ്മളും തമ്മിൽ ഉണ്ടാക്കിയ കരാർ അവസാനിക്കാൻ ഇനി വെറും 20 മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ലിവർപൂളിൽ നിന്നും ലണ്ടനിലേക്കുള്ള അവസാന ട്രെയിനിന്റെ സമയം എപ്പോഴാണ്? തോമസ് ഫ്ലാനഗൻ അന്വേഷിച്ചു. 7:23. അടുത്ത വണ്ടിയുടെ സമയം രാത്രി 12:10 മറുപടി പറഞ്ഞത് ഗൗതിയർ റാൽഫാണ്. നന്നായി സുഹൃത്തുക്കളെ, 7:23 ട്രെയിനിൽ ഫീലിയാസ് ഫോഗ് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേരും. അങ്ങനെയാണെങ്കിൽ ഫോഗ് വിജയിച്ചതായി പ്രഖ്യാപിക്കേണ്ടി വരും. ആൻഡ്രൂ സ്റ്റുവർട്ടാണ് ഇത് പറഞ്ഞത്. എന്നാൽ സാമുവൽ ഫാലന്റീൻ അയാളെ തുടരാൻ അനുവദിക്കാതെ ഇടപെട്ടു. നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം, തീരുമാനത്തിലേക്ക് എത്താൻ വരട്ടെ. നമ്മുടെ സുഹൃത്തായ ഫീലിയാസ് ഫോഗിന്റെ സ്വഭാവ വൈചിത്ര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ബോധ്യമുള്ളതാണ്. എല്ലാം അതിൻ്റെതായ സമയക്രമത്തിൽ തന്നെ നടക്കണമെന്ന് അയാൾക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഫീലിയാസ് ഫോഗ് കൃത്യസമയത്തിന് മുൻപോ സമയം കഴിഞ്ഞോ എത്താൻ സാധ്യതയില്ല. നമ്മളെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് അവസാന മിനിറ്റിൽ അയാൾ പ്രത്യക്ഷപ്പെട്ടാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായം അയാൾക്ക് കൃത്യസമയത്തിവിടെ എത്താനാകില്ല എന്ന് തന്നെയാണ്. ഇത് പറയുമ്പോൾ ആൻഡ്രൂ സ്റ്റുവർട്ട് വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ഞാനും അതിനോട് യോജിക്കുന്നു. തോമസ് ഫ്ലാനഗൻ സ്റ്റുവർട്ടിനെ പിന്താങ്ങി. അയാൾ തുടർന്നു. ഫീലിയാസ് ഫോഗിന്റെ ഈ യാത്രാ പദ്ധതി തികച്ചും വിഡ്ഢിത്വമാണ്. എത്രമാത്രം കൃത്യതയോടെ യാത്ര ചെയ്യാൻ അയാൾ ശ്രമിച്ചാലും അവിചാരിതമായിട്ടുണ്ടാകുന്ന കാലതാമസം ഇല്ലാതാക്കാൻ അയാൾക്കാവില്ല. 1-2 ദിവസത്തെ താമസം മതി അയാളുടെ യാത്രയെ പരാജയപ്പെടുത്താൻ. എന്നാൽ ഫ്ലാനഗന്റെ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കാൻ ജോൺ സള്ളിവന് കഴിഞ്ഞില്ല. അയാൾ പറഞ്ഞു, താങ്കൾ കാര്യങ്ങളെ ലഘൂകരിച്ചാണ് കാണുന്നത്. അയാളുടെ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ നമുക്ക് ടെലഗ്രാഫ് ബന്ധം ആവശ്യത്തിനുണ്ടായിട്ടും യാത്ര തുടങ്ങിയതിനു ശേഷം നമ്മുടെ സുഹൃത്തിനെ കുറിച്ച് യാതൊരു വിവരവും നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഫ്ലാനഗന്റെ ആശയക്കുഴപ്പം ആൻഡ്രൂ സ്റ്റുവർട്ടിനുണ്ടായിരുന്നില്ല. അയാൾ ഉറപ്പിച്ചു പറഞ്ഞു, സുഹൃത്തുക്കളെ, അയാൾ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് 100 വട്ടം എനിക്കുറപ്പുണ്ട്. നിങ്ങൾക്കറിയാമോ, ന്യൂയോർക്കിൽ നിന്നും ലിവർപൂളിലേക്ക് അയാൾക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്ന ചൈന എന്ന കപ്പൽ ഇന്നലെ തന്നെ ലിവർപൂളിൽ എത്തിയിരുന്നു. എന്റെ കയ്യിൽ ഷിപ്പിംഗ് കമ്പനിയുടെ പാസഞ്ചേഴ്സ് ലിസ്റ്റ് ഉണ്ട്. അതിൽ ഫീലിയാസ് ഫോഗ് എന്ന പേരുള്ളൊരു യാത്രക്കാരൻ യാത്ര ചെയ്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അയാൾക്ക് യാത്ര തുടരാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ ഇപ്പോൾ അമേരിക്ക വരെ എത്തിയിട്ടുണ്ടാവും. എന്റെ കണക്കുകൂട്ടലിൽ അയാൾ ഇപ്പോൾ തന്നെ ഏതാണ്ട് 20 ദിവസം പിന്നിലാണ്. അതുതന്നെയാണ് ശരി. ഫീലിയാസ് ഫോഗ് നൽകിയ ചെക്ക് നമുക്ക് നാളെ തന്നെ ബെയറിംഗ് ബ്രദേഴ്സ് ബാങ്കിന് കൈമാറണം. ഗൗതിയർ റാൽഫ് അഭിപ്രായം വ്യക്തമാക്കി. ഈ സമയം ഡ്രോയിങ് റൂമിലെ ക്ലോക്കിൽ സമയം 8:40 ഇനി 5 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്, ആൻഡ്രൂ സ്റ്റുവർട്ട് ഉറക്കെ പറഞ്ഞു. 5 സുഹൃത്തുക്കളും മുഖത്തോട് മുഖം നോക്കി. പണം വെച്ച് ചീട്ട് കളിക്കുന്നതിൽ പ്രഗത്ഭരായിരുന്നു അവരെങ്കിലും ഫീലിയാസ് ഫോഗുമായിട്ടുള്ള വലിയ പന്തയത്തിൽ അവർ വല്ലാതെ അസ്വസ്ഥരായിരുന്നു. അവരുടെ ഹൃദയത്തിന്റെ മിടിപ്പ് അകലെ നിന്നുള്ളവർക്ക് പോലും കേൾക്കാനാകുമായിരുന്നു. എന്നാൽ പുറമെ ആരും ഒന്നും പ്രകടിപ്പിച്ചില്ല. സാമുവൽ ഫാലന്റിന്റെ അഭിപ്രായം മാനിച്ച് അവർ ചീട്ട് കളിക്കുന്ന മേശയ്ക്ക് ചുറ്റുമിരുന്നു. ഈ സമയം ആരെങ്കിലും എന്റെ 4000 പൗണ്ടിന്റെ ഷെയറിന് 3999 പൗണ്ട് വാഗ്ദാനം ചെയ്താലും ഞാൻ കൊടുക്കില്ല. ആൻഡ്രൂ സ്റ്റുവർട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ക്ലോക്കിൽ സമയം 8:42. അവർ ചീട്ടുകൾ പെറുക്കിയെടുത്ത് അടുക്കി വെച്ചു. എന്നാൽ അവരുടെ കണ്ണുകൾ ക്ലോക്കിലെ സെക്കൻഡ് സൂചിയിൽ തന്നെ ഉടക്കി നിന്നു. മിനിറ്റിന് ഇത്രമാത്രം ദൈർഘ്യമുണ്ടെന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടു. റാൽഫ് ചീട്ട് കുത്തിവെച്ചു. അത് കട്ട് ചെയ്ത് പകുതി മാറ്റുന്നതിനിടയിൽ
ഫ്ലാനഗൻ ക്ലോക്കിൽ നോക്കിയിട്ട് പറഞ്ഞു. 43. പെട്ടെന്ന് അവർ 5 പേരും നിശബ്ദരായി. വിശാലമായ ആ ക്ലബ് റൂം തികച്ചും ശാന്തമായി. പുറത്ത് തമ്പടിച്ചിരിക്കുന്ന ജനക്കൂട്ടത്തിന്റെ ബഹളവും ആർപ്പുവിളിയും കയ്യടിയും ഇടയ്ക്കിടെ ഹാളിലേക്ക് കടന്നു വന്നു. ക്ലോക്കിന്റെ പെൻഡുലം അതിന്റെ ഗണിതശാസ്ത്ര കൃത്യതയോടെ ആടിക്കൊണ്ടിരുന്നു. പെൻഡുലത്തിന്റെ ഏറ്റവും ചെറിയ മിടിപ്പ് പോലും അവരുടെ ചെവിയിൽ കൃത്യമായി എത്തി. 8:44. ജോൺ സള്ളിവൻ ഇത് പറയുമ്പോൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ തന്റെ വെപ്രാളം പുറത്തു കാണിക്കാതിരിക്കാൻ അയാൾ നന്നേ പാടുപെടുകയും ചെയ്തു. പന്തയത്തിൽ തങ്ങളുടെ ജയമുറപ്പിക്കാൻ ഇനി അവശേഷിക്കുന്നത് 1 മിനിറ്റ് മാത്രമാണ്. അവർ കയ്യിലിരുന്ന ചീട്ടുകൾ മേശപ്പുറത്ത് കമഴ്ത്തിവെച്ചു. എന്നിട്ട് ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ സഞ്ചാരം ഇമ വെട്ടാതെ നോക്കിയിരുന്നു. 40 സെക്കൻഡ് കടന്നുപോയി. ഒന്നും സംഭവിച്ചില്ല. എന്നാൽ സെക്കൻഡ് സൂചി 50-ലെത്തിയപ്പോൾ പുറത്ത് വലിയ ആരവം കേട്ടു. കയ്യടിയും ആർപ്പുവിളിയും വിജയാശംസകളും അടുത്തടുത്ത് വന്നു. കളിക്കാർ ചാടി എഴുന്നേറ്റു. 57-ാം മിനിറ്റിൽ ഡ്രോയിങ് റൂമിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. സെക്കൻഡ് സൂചി 60-ലെത്തിയ നിമിഷം തന്നെ ഫീലിയാസ് ഫോഗിന്റെ ശബ്ദം ഹാളിൽ മുഴങ്ങിക്കേട്ടു. സുഹൃത്തുക്കളെ, ഞാനിതാ ഇവിടെയുണ്ട്.